ഈ 7 നക്ഷത്രക്കാർക്ക് രാജയോഗം തുടങ്ങി. നിങ്ങൾ ഇതിലുണ്ടോ? നമസ്കാരം എല്ലാവർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു. ജ്യോതിഷ്യം പറയുന്നതിനനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാജയോഗം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്നറിയാൻ ഈ വീഡിയോ മുഴുവനായി കേൾക്കൂ. നമ്മുടെ ജനന സമയത്തെ നക്ഷത്രവും ഗ്രഹനിലകളും നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിക്കുന്നു. ചില സമയങ്ങളിൽ ഗ്രഹനിലകൾ അനുകൂലമാകുമ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചില നക്ഷത്രക്കാർ അത്രയും ശക്തമായ ഒരു സമയം ആരംഭിച്ചിരിക്കുന്നു. രാജയോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഇവരാണ്. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുകയും ജോലിയിലും ബിസിനസ്സിലും വലിയ ഉയർച്ച നേടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ധനലാഭം, അപ്രതീക്ഷിതമായ ഭാഗ്യം, ഏറെ നാളായി കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. മൂന്നാമതായി കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ പോലും നിങ്ങളെ മാനിക്കും. വിജയത്തിന്റെ വഴികൾ തുറക്കപ്പെടുകയും വലിയ ഉയർച്ച നേടാനും സാധ്യതയുണ്ട്. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി സമൃദ്ധിയിലേക്ക് നീങ്ങാൻ. അടുത്തതായി മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് കുടുംബസുഖവും മനഃശാന്തിയും കൂടും. ദൈവാനുഗ്രഹം ഏറെ ഉണ്ടാകുകയും ചെയ്യും. അടുത്തതായി വിശാഖം നക്ഷത്രം. പ്രതിസന്ധികൾ മാറി വിജയത്തിലേക്ക് നീങ്ങും. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രമാണ്. ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് വരും. ധനലാഭം, അപ്രതീക്ഷിത ഭാഗ്യം എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ നല്ല സമയത്തെ പരമാവധി ഉപയോഗിക്കാൻ ചില നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും പ്രാർത്ഥന ചെയ്യുക. മാതാപിതാക്കളുടെ അനുഗ്രഹം തേടുക. ദാനം ചെയ്യുക. ശിവൻ അല്ലെങ്കിൽ വിഷ്ണു മന്ത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും. ഇവയെല്ലാം ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാകും. ഒരു കാര്യം ഓർക്കുക, ജ്യോതിഷ്യം വഴികാട്ടിയാണ്. പക്ഷേ നിങ്ങളുടെ പരിശ്രമം തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ. ദൈവവിശ്വാസവും ആത്മവിശ്വാസവും കൂടിയാൽ ആരും നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ? കമന്റ് ചെയ്ത് പറയൂ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.